ഒരു പട്ടാളക്കാരൻ തന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിലെത്തിയ ശേഷം ഉണ്ടായ ഒരു അനുഭവം പറഞ്ഞ കേട്ടുകയെ കുറച്ചു കാലം പട്ടാളത്തിലായിരുന്നു. ഇന്ന് ഞാൻ മറക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഞങ്ങൾ ഈ ഒരു VIP ഡ്യൂട്ടിക്ക് ഞങ്ങൾ ഒരു 10 പേരുണ്ടായിരുന്ന ഒരു സമയം. അപ്പം VIP ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വൈകുന്നേരം, അതായത് നമ്മൾ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വന്ന് അദ്ദേഹത്തിന്റെ വസതിയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് 10 പേർക്ക് അവിടെ സെപ്പറേറ്റ് ആയിട്ട് ഒരു റൂമുണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഞാനും ഞങ്ങളെ കൂട്ടുകാരന്മാരും, എന്റെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു, ബാക്കിയെല്ലാം പല സ്റ്റേറ്റുള്ള ഒരു മലയാളി ഉണ്ടായിരുന്നു. ഞാനൊന്ന് ടോയ്ലറ്റ് പോയിട്ട് വരായിരുന്നു. ഞാൻ ചെന്ന് ടോയ്ലറ്റിൽ കയറി ഇരുന്നു കുറച്ച്, അതായത് അങ്ങനെ നിന്ന് കുറച്ച് അവിടെ ഫയറായെന്ന് പറഞ്ഞാൽ 9 പേര് അപ്പം മരിച്ചു. പക്ഷെ ഞാൻ ഈ ബാത്റൂമിനകത്ത് ആയിപ്പോയത് കൊണ്ട് മാത്രം, അതായത് കാശ്മീരിലൊക്കെ എന്ന് പറഞ്ഞാല് നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ പോലും നമ്മുടെ റൈഫിൾ നമ്മളെ കയ്യിൽ സൂക്ഷിച്ചേക്കണം. പക്ഷെ ഞാനത് ശ്രദ്ധിക്കാതെ പോയതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് പെട്ടുപോയി. ഫയറായി നമ്മളെ ഉടനെ പട്ടാളം, അതായത് ഈ ഫയർ ആകുമ്പോൾ തന്നെ ഫോഴ്സ് വളയുമല്ലോ, നമ്മളെ ഇതിന് ചുറ്റും വളഞ്ഞു, ഇവർക്ക് പുറത്തു പോകാൻ പറ്റുന്നില്ല. അങ്ങനെ അത് ഏകദേശം ഒരു 5 മണി വരെയൊക്കെ കാത്തിരുന്നിട്ട് അവസാനം ബുള്ളറ്റ് പ്രൂഫ് കൊണ്ട് ഞങ്ങളെ കമാൻഡന്റ് ഇടിച്ച് അതിനകത്ത് കയറി വന്ന് ഈ 2 പേരും കൊന്നു. ഞാൻ ആലോചിക്കുക, ഇവർക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നിയിട്ട് ഇവരെങ്ങനെ ഈ തീവ്രവാദികൾ ആരെങ്കിലും ഇതിനകത്തൊന്ന് കയറുമെന്നുള്ളൊരു പേടിയാണ് എന്റെ മനസ്സിലുണ്ടായിരുന്നത്. ഭയങ്കരമായിരുന്നു. ഞാൻ അത്രയും സമയം അനുഭവിച്ചെന്ന് പറഞ്ഞാൽ വന്ന് ഇത് കഴിഞ്ഞിട്ട് 9 വരെ ഉള്ളൂ. പറഞ്ഞു ഒരാളെവിടെയെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക്, ഞാനീ പുറത്തിറങ്ങുമ്പം അതിനകത്ത് നിന്ന് ഇറങ്ങുമ്പോൾ എന്റെ കാല് മൊത്തം ബ്ലഡാണ്. ബ്ലഡാണ് എന്റെ കാലിൽ.